നമ്മുടെ പോക്കിർ രാജ എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്ത സംവിധായകന്റെ അതിനുശേഷം ഇറങ്ങിയ പടങ്ങൾ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. സീനിയേഴ്സ് എന്ന സിനിമയ്ക്ക് ഞാൻ കാത്തിരിക്കാനുള്ള കാരണവും അതുതന്നെയായിരുന്നു. ഇനി അതേ സംവിധായകൻ സീനിയേഴ്സിലെ 3 പേരെ നിലനിർത്തിക്കൊണ്ട്, എന്നാൽ സിനിമയിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ടും അവരുടെയൊക്കെ മുന്നിൽ താരതമ്യേന പുതുമുഖമായ ഒരു ചെറുപ്പക്കാരനെ നിർത്തിക്കൊണ്ട് 2012 പുറത്തു വന്ന ഒരു ആക്ഷൻ കോമഡി എന്റർടൈനർ ആയിരുന്നു മല്ലു സിംഗ്. ഇദ്ദേഹം എങ്ങനെ ആ സിനിമയിലെത്തി, അതിനു മുമ്പ് ആ കഥാപാത്രം ആരിലേക്കായിരുന്നു ചെന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാം. സോ അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എനിവേസ്, ഈ സിനിമയിലെ ബാക്കി എല്ലാം എനിക്ക് ഇഷ്ടപ്പെടും. എന്നാൽ ഒരു 80% നായകന്റെ കാര്യം ബാക്ക് ഫയർ ചെയ്യും എന്നൊരു മുൻവിധിയോട് കൂടിയായിരുന്നു ഞാൻ ഈ സിനിമയ്ക്ക് കയറിയത്. എന്നാൽ പഞ്ചാബിൽ വെച്ചുള്ള ആ ഇൻട്രൊഡക്ഷൻ സീനിലെ ഫൈറ്റിൽ തന്നെ മൂപ്പര തോന്നലങ്ങ് മാറ്റി തന്നു. ഇതൊരു കോമഡി സിനിമയായിരിക്കും, എന്നാൽ എന്റെ ഭാഗം അതിൽ ആക്ഷൻ ചെയ്യലാണ്, ആ ഭാഗം ഞാൻ നന്നായി ചെയ്യും എന്ന് അദ്ദേഹം ആ ഫൈറ്റിൽ തന്നെ നമുക്ക് കാണിച്ചു തന്നു. ശരിക്കും ഉണ്ണി മുകുന്ദന് ഈ സിനിമ വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു. കാരണം നന്നായി പെർഫോം ചെയ്യാൻ അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ള ബാക്കി ആർട്ടിസ്റ്റുകളുടെ മേലെ നിൽക്കുന്ന, അവരൊക്കെ കണ്ടാൽ പേടിക്കുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം. എന്നാൽ അതുപോലൊരു ഹെവി കഥാപാത്രമായിട്ടും അദ്ദേഹം ഒരു കുറവുകളും കൂടാതെ അത് ചെയ്തു വെച്ചു. എനിവേസ്, പടം കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ മനസ്സിൽ മുഴുവൻ പുള്ളി തന്നെയായിരുന്നു. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് ഫൈറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും എന്റെ അഭിപ്രായത്തിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആ റെയിൻ ഫൈറ്റ് ആയിരുന്നു. മേ ബി എനിക്കത് ബെസ്റ്റായി തോന്നാൻ കാരണം ഏത് സാഹചര്യത്തിലാണ് ആ ഫൈറ്റ് വരുന്നു എന്നുള്ളതും അതുമൂലം ഉണ്ടാവുന്ന ആ ഇമോഷണൽ കണക്ഷനുമാണ്. എനിവേസ്, ആകെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷനും കോമഡിയും ഒക്കെ അടങ്ങുന്ന ഒരു കളർഫുൾ എന്റർടൈനർ ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധായകനാണ് താനെന്ന് വൈശാഖ് 3ാമതും ഈ സിനിമയിലൂടെ തെളിയിച്ചു.